Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പശൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് എല്ലാ ഒരു പ്രൊസീജിയറും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ വെള്ളവും അങ്ങനെ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി വരെ ഒഴിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. ലംസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണായി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കൈയിളക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. മിക്സിങ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പശ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് പുറത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതൊന്നും കേടൊന്നും കൂടാതെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫെവിക്കോളിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പേപ്പേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാർഡ്ബോർഡ് പീസും ഒക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ കുറേ പശകൾ ട്രൈ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു റെസിപ്പിയാണ് ഈ ഒരു പശയുടെ റെസിപ്പി. അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടുന്നുമുണ്ട്, പിന്നെ ഒട്ടിയത് അത്ര പെട്ടെന്ന് ഇളകി പോരുന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ ഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബീഡൊക്കെ ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, ഇത് പോരുന്നൊന്നുമില്ല. അപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. And thanks for watching my video. Thank you.